വന്നേ. ഞാൻ വലിക്കാറില്ലെന്ന് അറിയില്ലേ? ഇന്നെങ്കിലും നീ ഒരു സിഗരറ്റ് വലിക്കണം. ഇന്നെന്താ അത്ര പ്രത്യേകത? ഇന്നൊരു പ്രത്യേകത ഉണ്ട്. നിന്റെ ആ പൂ മേടിക്കുന്ന കൊച്ചു വേണ്ടിയില്ലേ, അവളും വന്നു ഇന്ന് എന്റെ രക്ഷയിൽ. എവിടുന്ന്? സാധാരണ സോഫിയ കയറി ഒരാളോടത്തുനിന്ന് തന്നെ. മണ്ടൻ ചെറുക്കൻ. എന്താ വൈകിയത്? പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. ഏത് സബ്ജക്റ്റിന്റെ? സുവോളജി. സോഫിയക്ക് ഒന്നും പറഞ്ഞ മനസ്സിലാവില്ല. സിന്ധു, നീ ഒരു മാലാഖയാണ്. മോഹങ്ങൾക്ക് ചിറകുണ്ടോ സോഫിയ? ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നു നടക്കാമായിരുന്നു അല്ലേ? പറക്കും. എന്റെ മോഹങ്ങളുടെ ചിറകിൽ തൂങ്ങി നീ എന്ന് പറന്നു പറന്ന് 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 ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കും. ആ ചിറകിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പറക്കാൻ. സത്യം പറ, നീ ഇതുവരെ എവിടെയായിരുന്നു? എനിക്ക് തോന്നിയെടുത്ത്. ആരും അതൊന്നും അറിയണമെന്നില്ല. സോഫിയ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എവിടെ പോയെന്നു, എന്ത് ചെയ്തെന്നു. ഇതെന്ത് പറ്റി ദാമു? ആരെ ചെടിയൊക്കെ മുറിച്ചു കളഞ്ഞത്? ദാമു, എന്താ സുഖമില്ലേ? ഇല്ല. എന്ത് പറ്റി? പൂ എവിടെ? പൂവോ? ഞാൻ വളർത്തിയ പൂക്കളെല്ലാം മരിച്ചുപോയി. ദാമു എന്തൊക്കെയാ പറയുന്നത്? എല്ലാം ഞാൻ തന്നെ പറഞ്ഞതാണല്ലേ? ദാമു, എന്നേക്കാൾ ബുദ്ധിമാൻ സൈക്കിൾ റിക്ഷ ചവിട്ടുന്ന കരടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞതാ ശരി. പെണ്ണെന്നും പെണ്ണ് തന്നെയാ. ദാമുവിന് എന്തോ അസുഖ? അല്ല, ഇതാരിത്? ആളാകെ മാറിയിട്ടുണ്ടല്ലോ. ശരിക്കും ഒന്ന് കൊടുത്തിട്ടുണ്ട്. പതിവില്ലാത്ത ആഹാരം കഴിച്ചുകൊണ്ടായിരിക്കും അല്ലേ? ശ്രീദേവി ചേച്ചി ആകെ ഇങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. പതിവുള്ള ആഹാരം അവിടെ കിട്ടാത്തോണ്ടായിരിക്കും. അല്ല സിന്ധു, ആഹാ, ഇന്നെങ്കിലും വരാൻ തോന്നിയല്ലോ. ഹോസ്റ്റലിൽ പോയ പിന്നെ ചെറുത് വീടേ മറന്നു. ഞാൻ ചെറുതും കരുതൊന്നുമല്ല. സാരമില്ല, മാഡം സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ. വാ. ചെറുതിന്റെ ഒരു ഭാവം.
മോളെ മോളെ മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? പിന്നെ പഠിക്കാനല്ലേ കോളേജിൽ പോകുന്നത്? ചേച്ചി എന്തുകൊണ്ട് അതൊക്കെ ചോദിക്കുന്നറിയാമോ? പ്രായമാകും തോറും പെൺകുട്ടികൾ മാറി തുടങ്ങും. എന്റെ മോൾ അങ്ങനെ ആകരുതെന്ന് ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയത്. ഓ, എനിക്ക് പ്രായമായി വരികയാണെന്ന് ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നിയല്ലോ. സിന്ധു, നീ എന്ന് മുതൽ എങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? മോളെ, നീ ഇന്നും ചെറിയ കുട്ടിയാണ്. പലതും അറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. ഓ, അതൊക്കെ ചേച്ചിയുടെ തോന്നല. സിന്ധു, ചേട്ടനോട് ഒറ്റയ്ക്കിരിക്കല്ലേ, ചേച്ചി അങ്ങോട്ട് ചെല്ല്. അയ്യോ, പേടിച്ചു പോയല്ലോ. ഇതേ നമ്മുടെ പഴയ ആദ്യരാത്രിയാ. കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ, മുഴുവൻ വായിച്ചു തീർക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ വായിക്കും തോറും പേടി കൂടി കൂടി വരിക. ഏയ് ഏയ്, നിന്നോടായി പറയുന്നത്. എന്താ സുലു, ഒരു കണ്ണ് ചോന്നിരിക്കുന്നല്ലോ. വേണുവേട്ട, ഞാൻ തോറ്റു വേണുവേട്ട. അവളാകെ മാറിയിരിക്കുന്നു. അവള് വേണ്ടാത്തത് എന്തൊക്കെയോ മനസ്സിലാക്കിയിരിക്കുന്നു. എന്ത് മനസ്സിലാക്കിയെന്നാ നീ പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. അവളിൽ എന്തോ വ്യത്യാസം കാണുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ, പുതിയ സ്ഥലം, പുതിയ സാഹചര്യം, പുതിയ ഫ്രണ്ട്സ്. പണ്ട് നിന്റെ കൂടെ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന പെണ്ണല്ലോ അവള്. അവളിപ്പോ കോളേജ് പഠിക്കുന്നൊരു പെണ്ണല്ലേ. എന്നാലും വേണുവേട്ട, എന്തോ. അല്ല, നിന്റെ സ്കൂട്ടർ മാഷ് വരാറില്ലേ? ഓ, ഞാൻ ആ ബന്ധമൊക്കെ അങ്ങ് വിട്ടു. അയാളും അയാളുടെ ഒരു സ്കൂട്ടറും. അത് ശരി. അപ്പൊ പുതിയത് കാറുള്ള പാർട്ടി ആയിരിക്കും. ഇല്ലെന്നേ, കൊള്ളാവുന്ന ഒന്നും വന്ന് കൊളുത്തുന്നില്ല. സിന്ധു നിക്കാനാ പറഞ്ഞേ. ഏയ്, പിടിച്ചു പിടിച്ചു. ഏയ്, ഇങ്ങനെ മതിയോ? നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ടേ? ഇത്ര രാവിലെ എങ്ങനെ എത്തി? എങ്ങനെയെങ്കിലും എത്തിയെന്ന് കരുതിയാ മതി. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? അറിയില്ല. നിനക്ക് എന്ത് പറ്റി കുട്ടി? എനിക്കൊന്നും പറ്റിയില്ല. സിന്ധു എപ്പോ വന്നു? രാവിലെ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടു ദാമു ചെടിക്ക് വെള്ളം വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അത്ര നേരത്തെ വരാൻ ബസ് ഉണ്ടായിരുന്നു? ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാവൂ, കാറിൽ ഒന്നൂടെ? സിന്ധു, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ചോദിച്ചു നോക്കണം. 2 മാസങ്ങൾക്ക് മുമ്പ് നാണം കുടുങ്ങി നടന്ന നിനക്ക് ഈ മാറ്റം ഉണ്ടായത് എങ്ങനെയാ? ദാമു അതൊന്നും അറിയണ്ട. ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ താമസിക്കാൻ വരികയും ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത പല പെൺകുട്ടികളുടെയും ചിരിയും കണ്ണീരും ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന കാണണമെന്ന് ഞാനെന്തോ മോഹിച്ചു പോയി. ഞാൻ കരഞ്ഞുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നതെന്ന് ദാമുന് എങ്ങനെ അറിയാം? നീയും ഒരു സ്ത്രീ ആയതുകൊണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് ഒരു തീവണ്ടി പോലെയാണ്. ആരോ ഇട്ടുകൊടുക്കുന്ന പാടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഒരു തീവണ്ടിക്കുള്ളൂ. ഒരു സ്ത്രീയുടെ കാര്യവും അത് തന്നെയാണ്. പാളം തെറ്റിയാൽ തീവണ്ടി മറയും. പാളം തെറ്റി ഓടുന്ന സ്ത്രീയും അപകടം വരുത്തി വയ്ക്കും. ഡ്രൈവർ മിടുക്കനാണെങ്കിൽ അപകടം ഉണ്ടാവൂ? ഞാൻ ഹോസ്റ്റലിൽ ചെന്ന ദിവസം മുതൽ അയാൾ ഇങ്ങനെ ലാത്തിയടിക്കാറുണ്ട്. കേട്ടു നിൽക്കാൻ നല്ല രസം. പാവം, വികാരങ്ങളൊക്കെ സംസാരിച്ചെടുക്കുന്ന കഴുത. ദാമുവിന്റെ കാര്യം സാരമില്ല. സോഫിയുടെ ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റാത്തത്. എന്തൊക്കെയാണ് അറിയേണ്ടത്? ഞാൻ എന്താണ് വൈകിയത്? ക്ലാസ് കട്ട് ചെയ്ത് എന്തിനാണ്? അങ്ങനെ 100 ക്വസ്റ്റ്യൻസ്.
ബോർ ഗിൽബർട്ട് എന്താ ഓർക്കുന്നത്? ഏയ് ഒന്നുമില്ല. വരൂ നമുക്ക് പോവാം.